ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അഞ്ജുവും ശിവനന്ദയും ധനപാലനും വസുന്ധരയ്ക്കും ചിക്കൻ കറി കൊണ്ട് കൊടുത്തല്ലോ. ആ കറിയുടെ പേര് രണ്ടുപേരും കൂടി ഉടക്കുന്നുണ്ട്. അതായത് വസുന്ധരയ്ക്ക് ശിവനന്ദയും, ധനപാലന് അഞ്ജുവിനെയാണ് ഇഷ്ടം. ധനപാലന് വിവേകിനെയും കൊണ്ട് അഞ്ജുവിനെ കല്യാണം കഴിപ്പിച്ചാലോ എന്നൊരാലോചനയുണ്ട്. ആ പേരിന് രണ്ടുപേരും കൂടി നന്നായിട്ട് ഉടക്കുന്നുണ്ട്. ആ പെൺപിള്ളേർ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇച്ചിരി പിറുപിറുക്കൽ കൂടുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിക്കുന്നു. ആ അഞ്ജുവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര ഇളക്കം? അയ്യോ, വേറൊരു അർത്ഥത്തിൽ എടുക്കല്ലേ, നമ്മുടെ വിവേകിനെയും കൊണ്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചാലോ എന്നൊരു ആലോചന എനിക്ക് തോന്നി. അല്ലാതെ മറ്റൊന്നുമില്ല. ആയ കാലത്ത് പോലും നിൻ്റെ മുഖത്തല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. നോക്കിയിരുന്നെങ്കിലേ നിങ്ങൾ വിവരം അറിഞ്ഞേനെ. അതെനിക്കറിയാമെന്ന് ധനപാലൻ പറയുന്നു. ഒരു കാര്യം ഞാൻ പറയാം, വിവേകിൻ്റെ വധു ശിവനന്ദ മോള അഞ്ചു കുഞ്ചുന്ന് കാണാൻ പറഞ്ഞുകൊണ്ട് വന്നാ എൻ്റെ സ്വഭാവം മാറും. ധനത്തിനറിയാലോ എന്നെ. അറിയാം, പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഗ്രഹനക്ഷത്രവും ജന്മനക്ഷത്രവും ഒക്കെ വെച്ചിട്ടല്ലേ. എൻ്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലാതെ ആകാശത്തുള്ള ഗ്രഹങ്ങളും നക്ഷത്രവും അല്ല. മനസ്സിലായോ? എന്നും പറഞ്ഞ് കലിപ്പിച്ച് വസുന്ധര അങ്ങ് എണീറ്റ് പോന്നു. അവറ്റകളെ കാണുമ്പോൾ ഞാൻ പറയാമെന്ന് ധനപാലൻ തഗ്ഗടിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുന്നു, സൈക്കോസിസിൻ്റെ പലതരത്തിലുള്ള വേർഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെ ഏറ്റവും മുറ്റിയേനം എനിക്ക് തന്നെ കിട്ടിയല്ലോ. ശിവനന്ദ വർഷയോട് പറയുന്നു, വർഷയുടെ കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾക്കറിയാം. ഇവൾ കൊച്ചിയിലേക്ക് വന്നത് അച്ഛനെ തേടിയാണെങ്കിൽ നമുക്ക് സഹായിക്കാം. പക്ഷേ അതിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും സൂചന വേണ്ടേന്ന് ശിവനന്ദ പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, തൻ്റെ അമ്മ എന്തെങ്കിലും സൂചന പറഞ്ഞിരുന്നോ? അന്നേരം അഭിരാമി പറയുന്നു, ഇവളുടെ ആ വൈറൽ വീഡിയോ ഇവളുടെ അപ്പം കണ്ടു കാണും, അത് ഉറപ്പാ. എന്നിട്ടും അയാൾ ഇവളെ തിരക്കി വന്നില്ലെങ്കിൽ അയാൾ ഇവളെ ഇഗ്നോർ ചെയ്യുന്നത് തന്നെയാ. ശിവനന്ദയെ പഞ്ഞിക്കിടാൻ കൂടിയല്ലേ കൊച്ചിയിലേക്ക് വന്നേന്ന് അഞ്ജു കളിയാക്കി പറയുന്നു. ഇവളുടെ അറിവിൽ താനല്ലേ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് എന്ന് അഞ്ജു പറയുമ്പോൾ ശിവനന്ദ പറയുന്നു, ഞാൻ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ പിന്നിലുണ്ടായ കാര്യം ഞാൻ പറഞ്ഞതല്ലേ. താൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ വർഷേ, അത് ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. ഈ അവസരം എനിക്ക് തരാൻ പറ വർഷേ, ഞാനിവളെ ചമ്മന്തിയാക്കും എന്ന് അഭിരാമി പറയുമ്പം അഞ്ജു ചിരിക്കുന്നുണ്ട്. കൊച്ചിയിലേക്ക് ശ്രീയേട്ടൻ്റെ കൈയും പിടിച്ച് ശ്രീയേട്ടൻ്റെ ഭാര്യയായി അഭിമാനത്തോടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അച്ഛനെ കണ്ടുപിടിക്കാനും ശിവനന്ദയെ കണ്ടുപിടിച്ച് രണ്ട് ചോദിക്കണമെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷെ അതിനൊക്കെ മുമ്പേ ശ്രീയേട്ടൻ പോയല്ലോ. പിന്നെ കൊച്ചിയിലേക്ക് വന്നത് ആരോടെയും പ്രതികാരം ചെയ്യാനോ അച്ഛനെ കണ്ടുപിടിക്കാനൊന്നും ആയിരുന്നില്ല. എൻ്റെ ജീവൻ രക്ഷിക്കാനാ. അഞ്ജുവിനോട് പോലും പറയാത്തൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്താ അതെന്ന് ശിവനന്ദ ചോദിക്കുമ്പം ശ്രീയേട്ടനെ കാണാതായതിനെ തുടർന്ന് ഞാൻ ശ്രീയേട്ടൻ്റെ വീട്ടിൽ പോയെന്നും എന്നെ കാണുന്നത് അവർക്കൊരാശ്വാസമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ശ്രീയേട്ടൻ്റെ അമ്മ എന്നെ കണ്ടതും ആട്ടിപ്പായിച്ചു വിട്ടു. ശ്രീയേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിയ കല്യാണ സാരിയും താലിമാലയും ആഭരണങ്ങളും അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. ഞാനൊരു ശപിക്കപ്പെട്ട ജന്മമാണെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ആ ക്യാമ്പിൽ വെച്ച് നടന്നു. ഓട്ടോയിൽ വന്നിറങ്ങുന്ന മുത്തശ്ശിയും വർഷയും കാത്ത് ചന്ദ്രസേനനും അയാളുടെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഒരു കല്യാണ കത്ത് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്താ ഇതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പം, നാളെ ഈ ചന്ദ്രസേനൻ്റെയും വർഷയുടെയും കല്യാണ, അതിൻ്റെ കല്യാണ ലെറ്ററാ ഇത്. അത് കേട്ട് വർഷ ആകെ അങ്ങ് സങ്കടപ്പെടുന്നു. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താനാ തീരുമാനം. ഇന്നൊരു ദിവസം സമയമുണ്ട്, അത്യാവശ്യം വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളാൻ ആ ഗുണ്ട പറയുന്നു. അത് കേട്ടതും വർഷ കലിയോടെ ആ കല്യാണ ലെറ്റർ എടുത്ത് ചുരുട്ടിക്കൂട്ടി ദൂരേക്ക് എറിയുന്നു. നിങ്ങൾക്ക് ഞാൻ പണം തരാനുണ്ട്, അത് ശരിയാ, പക്ഷെ അതിൻ്റെ പേര് എൻ്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് വർഷ പറയുന്നു. അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ചന്ദ്രസേനനോട് മുത്തശ്ശി ചോദിക്കുന്നു, ഇവളുടെ കല്യാണം തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? അധികാരപ്പെട്ട ആൾ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേ നോക്ക്, അവിടേക്ക് രാഘവൻ വരുന്നു. ഈ രാഘവനെ ഒന്ന് തൊടാനല്ലാതെ ഇല്ലാതാക്കാൻ മഴവെള്ളത്തിനായില്ല. ഇനി എന്നെ നോക്കാൻ എൻ്റെ മോള് മാത്രമല്ലേ ഉള്ളൂ. ചന്ദ്രൻ സാറ് നാളെ മോളുടെ കഴുത്തേക്ക് താലി കെട്ടും, പിന്നെ നിന്നെ അങ്ങ് കൊണ്ടുപോകും. നീ ഈ ക്യാമ്പിൽ കിടന്ന് നരയിക്കേണ്ട ആവശ്യമില്ലെന്ന് തലോടിക്കൊണ്ട് രാഘവൻ പറയുമ്പോൾ വർഷ ആകെ ദേഷ്യപ്പെടുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശിവനന്ദ പറയുന്നു, തൻ്റെ രണ്ടാനച്ഛനും ആ ദുരന്തത്തിൽ മരിച്ചു പോയെന്നായിരുന്നു ഞങ്ങളുടെ അറിവ്. എൻ്റെ ദുരിതത്തിൻ്റെ ആക്കം കൂട്ടാനായിട്ട് ദൈവം അയാളെ ബാക്കി വെച്ചെന്ന് വർഷയും പറയുന്നു. ചന്ദ്രസേനനുമായുള്ള കല്യാണം നടക്കാതിരിക്കാൻ ക്യാമ്പിലുള്ള ചില നല്ലവരായ മനുഷ്യരുടെ സഹായത്താൽ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഒരു ലക്ഷ്യമില്ലാതെ ഓടിയതാ. അല്ല, ലക്ഷ്യമുണ്ടായിരുന്നു. എൻ്റെ ജീവനും ജീവിതവും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാണെന്നൊക്കെ വർഷ പറയുന്നു. രണ്ടാനച്ഛൻ്റെയും ചന്ദ്രസേനൻ്റെ ഗുണ്ടകളിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് വന്ന് പെട്ടത് ഇങ്ങോട്ടുള്ള ബസ്സിലേക്കാണ്. രക്ഷപ്പെട്ടെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അവരെന്നെ തേടി ഇങ്ങോട്ടേക്കും വരുമെന്ന് പറയുമ്പോൾ അഞ്ജു ശിവനന്ദയെ സമാധാനിപ്പിക്കുന്നു. താൻ വിഷമിക്കേണ്ട, തൻ്റെ കൂടെ ഞങ്ങളുണ്ടെന്ന് ശിവനന്ദ പറയുന്നു. താൻ ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി.
നമുക്ക് വേണ്ടതെല്ലാം കൊച്ചിനാട് തരുമെന്ന ആ ആൻറ്റി പറഞ്ഞതുപോലെ ആ പ്രതീക്ഷയിലാണ് ഞാനും ജീവിക്കുന്നതെന്ന് പറയുമ്പം ശിവനന്ദയും അഭിരാമിയും പറയുന്നു, തനിക്കും ഉണ്ടോ ഫ്ലാഷ് ബാക്ക്? എങ്കിൽ പറ, ഞങ്ങൾ കേൾക്കാൻ റെഡിയാണെന്ന് അഭിരാമി പറയുമ്പോൾ ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ഓളത്തിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശിവനന്ദയ്ക്കും അഭിരാമിക്കും എന്തോ സംശയം തോന്നുന്നുണ്ട് അഞ്ജുവിൻ്റെ വർത്താനത്തിൽ. അപ്പോൾ അഞ്ജു പറയുന്നു, ഇന്നലെ രാത്രിയിലേ നമ്മൾ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയില്ലല്ലോ, നമുക്ക് പോയി കിടന്നാലോ? അങ്ങനെ എല്ലാവരും കിടക്കാൻ പോകുന്നു. അന്നേരം വർഷ പറയുന്നു, ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല, ചെറുപ്പം മുതലേ അമ്മയോടൊപ്പമാണ് കിടക്കുന്നത്. ഒരുപക്ഷേ രണ്ടാനച്ഛൻ എന്നെ ഉപദ്രവിക്കുമെന്ന് അമ്മ പേടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ശീലക്കേടുണ്ടെന്ന് പറയുമ്പോൾ ശിവനന്ദ പറയുന്നു, തൻ്റെ ശീലക്കേടല്ല, ഞങ്ങൾ മാറ്റിക്കോളാം. അപ്പോൾ അഭിരാമി പറയുന്നു, നമുക്കിവളെ രാത്രി യക്ഷിവേഷം കെട്ടി പേടിപ്പിക്കാം. ഞാൻ ലോക പാർട്ട് 1 ചന്ദ്ര, ശിവ ലോക പാർട്ട് 2 ചാത്തൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ നിമിഷത്തിൽ വർഷ പേടിക്കുന്നത് കണ്ട് അഞ്ജു പറയുന്നു, ചുമ്മാ വെറുതെ ഇരിക്കും പിള്ളാരെ, ഇവൾ നമ്മുടെ ആരെങ്കിലും റൂമിൽ കിടക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ശിവനന്ദ അഞ്ജുവിനെ വിളിക്കുന്നു. ഒടുക്ക അവരുടെ പ്ലാൻ മുഖേന വർഷയും അഭിരാമി ഒരു റൂമിൽ കിടക്കാൻ പോകുന്നു. ആ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രസേനനും രാഘവനും മദ്യപിക്കുന്നുണ്ട്. രാഘവൻ പറയുന്നു, എന്നാലും ചന്ദ്രൻ സാർ വിചാരിച്ചിട്ട് പോലും ആ നശിച്ചവളെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. ആ നാരായണിയാണ് അവളെ ഇവിടുന്ന് കിടക്കാൻ സപ്പോർട്ട് ചെയ്യുന്നു കൊടുത്തത്. അവളെ ഒന്ന് പിടിച്ച് കുടഞ്ഞാൽ ശരിക്കും വർഷം എവിടെ പോയെന്ന് കണ്ടുപിടിക്കാനാകുമെന്ന് രാഘവൻ പറയുമ്പോൾ, എന്നിട്ട് രാഘവൻ തന്നെ വീണ്ടും പറയുന്നു, ആ ചെറുക്കം പോയതിൻ്റെ വിഷമത്തിൽ ആ നരിയിറങ്ങാ കുന്നിലും കാണാൻ ചാടി ചത്തോന്ന എൻ്റെ പേടി, അവൾക്ക് അങ്ങനെയൊന്നും ചാവാൻ പറ്റില്ലടോ എന്ന് ചന്ദ്രസേനനും പറയുന്നു. എനിക്ക് വേണ്ടി പുനർജന്മം എടുത്ത ദേവതയാണ് വർഷ, അതുകൊണ്ട് അവൾക്ക് സ്വയമേ ഒടുങ്ങാനൊന്നും പറ്റില്ല. പുനർജന്മോ? ചന്ദ്രസാർ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യമാടോ, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി അവൾ ഒളിച്ചാലും ഞാൻ അവളെ കണ്ടെത്തും, താലി കെട്ടി എൻ്റെ കൂടെ തന്നെ പൊറുപ്പിക്കും. അഭിരാമിയുടെ കൂർക്കം വലിയിൽ ഒരു പോളക്കണ്ണ് ഉറങ്ങാൻ പറ്റുന്നില്ല വർഷയ്ക്ക്. ഈ അഭി ഉണ്ടാക്കുന്ന ഒച്ചയിൽ എങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റും? ഒന്ന് വിളിച്ച് ഇത്തിരി വോളിയം കുറയ്ക്കാൻ പറ്റുമെന്ന് എങ്ങനെ ചോദിക്കും? സഹി കെട്ട് വർഷ അഭിയെ വിളിക്കുമ്പം ഉറക്കത്തിനിടയ്ക്ക് പിച്ചും പേയും പറയുന്നുണ്ട് പൂരത്തെക്കുറിച്ചൊക്കെ. സഹി കെട്ട് നമ്മുടെ വർഷ ബെഡ്ഷീറ്റും തലാണ എടുത്ത് താഴേക്ക് പോകുമ്പോഴത്തേക്കും അഭിയുടെ ആക്ടിംഗ് ആയിരുന്നു. അഭി എണീറ്റ് പ്ലാൻ വിജയിച്ചു എന്ന രൂപത്തിൽ സന്തോഷിക്കുന്നു. അതായത് ശിവനന്ദയും അഭിയുടെയും കൂടി ഒരു പ്ലാൻ ആയിരുന്നു ഇത്. ശിവനന്ദയുടെ റൂമിലേക്ക് വരുന്ന വർഷ കാണുന്നത് ശിവനന്ദ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. താൻ ഇതുവരെ ഉറങ്ങിയില്ലെന്ന് വർഷ വന്ന് നിൽക്കുന്നത് കണ്ട് ശിവ ചോദിക്കുന്നു. ഇല്ല, ശിവയ്ക്ക് ഉറങ്ങാറായില്ലെന്ന് ചോദിക്കുമ്പോൾ ശിവ പറയുന്നു, വെളുപ്പാങ്കാല വരെ വർക്ക് ചെയ്ത് വെയിൽ വരുന്നത് വരെ കിടന്നുറങ്ങുന്നതാണ് എൻ്റെ ശീലം. ഞാൻ നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കുമെന്ന് വർഷ പറയുമ്പം ശിവനന്ദ പറയുന്നു, എങ്കിൽ പോയി കിടന്നോ. അല്ല, അഭിയുടെ കൂർക്കം വലി കാരണം എനിക്കവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല, എങ്കിൽ താൻ തൻ്റെ മുറി പോയി കിടന്നോളാം ശിവനന്ദ പറയുന്നു. അല്ല, ജോലി ചെയ്യാൻ ശിവയ്ക്ക് ലൈറ്റ് വേണമെന്ന് നിർബന്ധമാണോ? പിന്നെ ലൈറ്റ് വേണം, അതെനിക്ക് നിർബന്ധമാണെന്ന് പറയുമ്പം വർഷ പോകുന്നു. അങ്ങനെ വർഷ നേരെ അഞ്ജുവിൻ്റെ റൂമിലേക്ക് വരുമ്പം, നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, നിൻ്റെ കോള് കണ്ടിട്ട് തിരികെ വിളിക്കാഞ്ഞത് മനഃപൂർവ്വമാണെന്ന് അഞ്ജു പറയുമ്പോൾ രാഹുൽ പറഞ്ഞു, എൻ്റെ പൊന്നോ സോറി നിൻ്റെ കൈ വെച്ചേക്കടാ, പാതിരാത്രി ഞങ്ങളെ നടു റോഡിൽ നിർത്തിയതിന് നിന്നോട് ക്ഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് വർഷ വന്ന് നിൽക്കുന്നത് കണ്ട് അഞ്ജു പറയുന്നു, ഒരു മിനിറ്റേ. അന്നേരം രാഹുൽ ചോദിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തതല്ലേ, പിന്നെ നീ എന്തിനാ ഇതൊക്കെ പറയുന്നേ? എൻ്റെ കലിപ്പ് കണ്ടിട്ട് വർഷ പോലും ഇവിടെ പേടിച്ച് നിൽക്കുക, നിന്നോടുള്ള ദേഷ്യത്തിന് ഞാൻ ഈ കുട്ടി എന്തെങ്കിലും ചെയ്യുമെന്നാണ് എൻ്റെ പേടി എന്നൊക്കെ പറയുമ്പം വർഷയ്ക്ക് പേടിയാവുന്നു. വർഷ അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. ശരിക്കും പറഞ്ഞാൽ രാഹുൽ കോള് കട്ട് ചെയ്തു പോയി ഒരുപാട് സമയമായിട്ടും രാഹുലുമായിട്ട് സംസാരിക്കുക എന്നുള്ള രൂപത്തിൽ വർഷയെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു അഞ്ജു. ഈ രാത്രി മുഴുവനും ഈ റൂമിൽ ലൈറ്റിട്ട് നിന്നെ ഞാൻ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞ് വർഷ താനെ അവിടുന്ന് പോകുന്ന രൂപത്തിൽ അഞ്ജു പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജുവിൻ്റെ പ്ലാനും വിജയിച്ചു. ഒട്ടും മനസ്സില്ലാതെ വർഷയുടെ റൂമിൽ പോയി ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് അഞ്ജു മറ്റുള്ളവരെ വിളിച്ചു വരുത്തുന്നു. നിങ്ങൾ ഇറങ്ങി വാ, ഞാനിവിടെ ഉണ്ട്. താഴേക്ക് ഇറങ്ങി വരുന്ന ശിവനന്ദ അഞ്ജുവിനോട് പറയുന്നു, അവളെ പോത്തുപോലെ കിടന്നുറങ്ങുന്നു, ഇത്രയുള്ള അവളുടെ പേടി എന്ന് പറയുന്ന കാര്യം നാളെ മുതൽ അവൾക്ക് ഒന്നിനെയും പേടിയാണില്ല. അഞ്ജു പറയുന്നു, ശിവയുടെ ബുദ്ധി എന്തായാലും പൊളിച്ചു, അവൾ ഇത്രയും പെട്ടെന്ന് ഉറങ്ങുമെന്ന് ഞാനും വിചാരിച്ചില്ല. അല്ല, നമ്മുടെ അഭിനയവും പൊളിയായിരുന്നെന്ന് ശിവനന്ദ പറയുമ്പം ആക്ടിങ്ങിലെ എൻ്റെ കൂർക്കം വലിയ അവൾക്ക് പേടിയായത്. പലതരത്തിലുള്ള സൗണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു. ജോലി ചെയ്യുന്ന രൂപത്തിലുള്ള എൻ്റെ ആക്ടിങ്ങും പൊളിയായിരുന്നു, ലൈറ്റ് കെടുത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം ഞാൻ സമ്മതിച്ചില്ല. ഫോൺ കട്ട് ചെയ്യാതെ എൻ്റെ രാഹു, അത് കേട്ടതും രാഹു അതാരാ? അല്ല, എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രൂപത്തിൽ അവളെ പേടിപ്പിച്ചു. ഫ്രണ്ടിനോടുള്ള ദേഷ്യം അവളോട് തീർക്കുമെന്ന് കണ്ടപ്പോഴാണ് അവൾ പേടിച്ചു പോയത്. അന്നേരം വർഷ പറയുന്നുണ്ട്, 3 പേരുടെ ആക്ടിങ് പൊളിയായിരുന്നു. 3 പേരും ചമ്മി വർഷയെ നോക്കുമ്പം വർഷ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്.
പക്ഷേ ഒറ്റയ്ക്ക് റൂമിൽ കിടന്നുറങ്ങുന്ന എൻ്റെ ആക്ടിങ് അല്ലായിരുന്നോ പൊളിയായത്? ഉറങ്ങിയില്ലല്ലേ എന്ന് അഞ്ചു ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങളെല്ലാവരും എന്നെ റൂമിൽ നിന്ന് ഓടിച്ചു. ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് വർഷ ചോദിക്കുമ്പം അഞ്ചു വല്ലാണ്ട് ഫീൽ ചെയ്യുന്നു. പേടിച്ച് എനിക്ക് വല്ല അറ്റാക്കും വന്നിരുന്നെങ്കിലോ? നിങ്ങളൊക്കെ ഇത്രയും മനുഷ്യപ്പറ്റില്ലാത്തവരാകരുതെന്ന് വർഷ പറയുമ്പോൾ അഞ്ചു പറയുന്നു, അയ്യോ ഫീൽ ചെയ്യല്ലേ, തൻ്റെ പേടി മാറ്റാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ തന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല. അങ്ങനെ 3 പേരും വർഷയോട് സോറി പറയുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും പേടി വന്നില്ലേ? എങ്ങനെയുണ്ട് എൻ്റെ ആക്ടിങ്? എൻ്റെ പൊന്നടാ ഉവ്വേ, നമ്മൾ ആക്ടിങ് പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഇവളെന്ന് പറഞ്ഞ് അഭിരാമി വർഷ ചേർത്ത് നിർത്തുന്നു. നിങ്ങൾ 3 പേരും എന്നെ ആ റൂമുകളിൽ നിന്ന് ഓട്ടിച്ചെങ്കിലും നിങ്ങളെ 3 പേരെ എൻ്റെ റൂമിലേക്ക് ക്ഷണിക്കുന്നു. അതാണെൻ്റെ സ്നേഹം. എല്ലാവരും കൂടി ഒരുമിച്ച് കിടന്നാൽ ഭയങ്കര വൈബായിരിക്കുമെന്ന് നമ്മുടെ അഭി പറയുമ്പം ശിവനന്ദ പറയുന്നു, എങ്കിൽ വാ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് പോയി കിടക്കുന്നു. വർഷ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മേലത്തെ നിലയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം ഒരു കൊച്ചുകുട്ടി പൂവിൻ്റെ അടുത്തേക്ക് വരുന്നത് കാണുന്നു. അപ്പോൾ ആർച്ചയെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് വർഷയ്ക്ക്. സങ്കടപ്പെട്ട് താഴേക്ക് ഓടി ചെല്ലുന്നു വർഷ. ആർച്ചയെന്ന് പറഞ്ഞ് ഓടി വരുമ്പോഴാണ് കൊച്ചു മാറിപ്പോയ കാര്യം വർഷയ്ക്ക് മനസ്സിലാകുന്നത്. പെരെ അഞ്ചു വന്ന് ചോദിക്കുന്നു, എന്തു പറ്റി? ആ കുട്ടിയെ മേലിൽ നിന്ന് കണ്ടപ്പോൾ അതെൻ്റെ ആർച്ചയാണെന്ന് തോന്നി. അതൊക്കെ കണ്ടിട്ട് ആ കൊച്ചുകുട്ടി ഓടി മല്ലികയുടെ അടുത്തേക്ക് പോകുന്നു. ഇതെൻ്റെ ഒരേ ഒരു മകളാ തുമ്പി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അന്നേരമാണ് മല്ലിക കാണുന്നത് തുമ്പി പൂ പൊട്ടിച്ച കാര്യം. ഇതും കാണാൻ മേട അറിഞ്ഞാൽ നിന്നെ വഴക്കു പറയും. പൂ ചെടിയിരിക്കുന്നതിനേക്കായും ഐശ്വര്യം കൊച്ചുകുട്ടികളുടെ തലയിലിരിക്കുന്നതാണെന്ന് അഞ്ചു പറയുമ്പോൾ ധനപാലൻ അത് കണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നു. അഞ്ചു പൂ എടുത്തു കൊടുത്തുകൊണ്ട് ധനപാലന് അഞ്ചുവിനെ വഴക്കു പറയാൻ പറ്റുന്നില്ല. അഞ്ചു മോളെ, പൂ പിച്ചിന്നറിഞ്ഞാൽ വസു പ്രശ്നം ഉണ്ടാക്കും. പൂ ചെടിയിൽ നിന്ന് തന്നെ വാടി വീഴണമെന്ന് അവളുടെ ശാസ്ത്രം. ശേഷം വസുന്ധര പറയാറുള്ള കുറേ തത്വങ്ങൾ ധനപാലൻ അഞ്ജുവിനോട് പറയുന്ന സമയത്ത് അഞ്ചു പറയുന്നു, കുമാരനാശാന് പോലും ഇത്രയും തത്വം ഉണ്ടായിട്ടുണ്ടാകില്ല. ആരാ ആശാൻ? മോളെ പഠിപ്പിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല അങ്കിളെ, വീണപ്പൂ എഴുതിയ കുമാരനാശൻ. കുമാരിയായിരുന്നെങ്കിൽ വസുവിന് പ്രശ്നം ഉണ്ടാകില്ല. കുമാരനായതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറയുന്നത് കേട്ട് അഞ്ചുവും വർഷയും എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു.